ഹായ് വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വെക്കേഷൻ കഴിഞ്ഞ് ലാസ്റ്റ് ഡേ ആണ്, ഞായറാഴ്ചയാണ് ഇന്ന്. അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ എനിക്ക് തുടങ്ങാമെന്ന് വെച്ചു, അത് പറ്റിയില്ല. ഇന്നും നേരെ വൈകിട്ട് വേറെ ഒന്നുമില്ല. ഇന്നലെ രാത്രി 11:15 സിനിമയ്ക്കാണ് പൊന്നു ടിക്കറ്റ് എടുത്തത്. ഞാൻ പൊന്നൊരു സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്തതാണ്. എനിക്കാണ് എടുക്കാനാണെന്ന് അറിയില്ല ഓൺലൈനിൽ. വേറെ ഒന്നല്ല കേട്ടോ. പൊന്നു ഷെബിൻ കാർത്ത് കൂടി കണ്ണൂർ വേണം. അപ്പോൾ കൊടുക്കുന്ന കുണിക്ക് ഒരു വിഷമം അവർ പോകുമ്പോൾ. ഞങ്ങളുടെ യാത്രകളൊക്കെ ഒരുമിച്ചല്ല. അപ്പോൾ അങ്ങനെ ഒറ്റയ്ക്ക് വർക്കിനല്ല, അങ്ങനെ ഫങ്ഷനാണ് പോകണമെന്ന് പറയുമ്പോൾ അവർക്കൊരു ചെറിയ വിഷമം. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, അവരെയും കൊണ്ടൊരു സിനിമയ്ക്ക് പോയി. രാത്രി ഒരു 11:30 ഷോ എന്നിട്ട് പോയത്. പക്ഷെ 11:45 എൻ്റെ ഷോ തുടങ്ങുമ്പോൾ അത് സിനിമ കഴിഞ്ഞിട്ട് സിനിമ വിടുമ്പോൾ 2:15 വീടെത്തി. ഇവരെന്നെ വണ്ടിയിൽ നിന്ന് ഇറക്കി മൂത്രം കൊഴിപ്പിച്ച് കൊണ്ട് കിടത്ത് ഉറങ്ങുമ്പോൾ 3 മണി 4 മണിയൊക്കെ ആയിട്ടുണ്ട്. ഏകദേശം ഞാനും രണ്ടും ഉറങ്ങുമ്പോൾ ഞങ്ങൾ പിന്നെ ഇങ്ങനെ നേരെ തെറ്റി പിന്നെ കുറച്ച് നേരം ഞങ്ങളിങ്ങനെ സംസാരിച്ച് കിടന്നിട്ടോ പിന്നെ ഞങ്ങൾ ഉറങ്ങും കേട്ടോ. അപ്പോൾ ഇന്നും നേരെ വൈകി എണിച്ചു. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിച്ച് വെച്ചിട്ട് പോയത്. വേറെ ഒന്നുമല്ല, ചോറ് വെച്ച് വെച്ചിട്ടുണ്ട്. കുളിച്ചു, കുണുക്കനെ കുളിപ്പിച്ച് ഞാൻ കുളിച്ചു. ചട്നി ഉണ്ടാക്കി വെച്ചു. ഈ കുണുക്കന് തക്കാളി ചമ്മന്തിയാണ്. അപ്പോൾ അതൊക്കെ വണക്കി സെറ്റാക്കി വെച്ചിട്ട് ഞാൻ പോയിരുന്നു. ഇനി ദോശ ഉണ്ടാക്കുക വേണ്ട. തക്കാളിയൊക്കെ വണക്കി സെറ്റാക്കി വെച്ചു. ഇനി ദോശ ഉണ്ടാക്കുക, കൊടുക്കുക. കറണ്ട് പോയി പോരെ. ഞാൻ വിചാരിച്ചുള്ളത് എനിക്ക് പണി തരുന്നു. ഒന്ന് ചൂടാത്തേച്ച് വെച്ച് പോയതാണ്. അതിന് എൻ്റെ മനസ്സ് പറഞ്ഞു വരുമ്പോഴേക്ക് കറണ്ട് പോകുമെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞതാണ്. പക്ഷേ വേഗം വച്ചില്ല. ഹലോ ബനിയല്ലേ വല്ല മാറി അങ്ങനെ നമ്മളത് രാവിലത്തെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ട്. അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ദോശയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചപ്പാത്തി വേണ്ട ദോശ വേണ്ട വെച്ചപ്പോൾ കുണുക്കന് ദോശ തന്നെ വേണം. അപ്പോൾ മീൻകറിയും ദോശയും കഴിക്കണ ആളാട്ടോ. അപ്പോൾ ഇന്ന് വെച്ചപ്പോൾ മീൻകറി വേണ്ട, അവന് തക്കാളി ചമ്മന്തി തന്നെയാണ്. ഞാൻ ചട്നി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവന് ചമ്മന്തിയാണ്. ഞാൻ ചമ്മന്തിക്കുള്ളത് കൊണ്ട് വാട്ടി വെച്ചിട്ടാണ് ഞാൻ കുളിക്കാൻ പോയത്. കുളിക്കാൻ പോകാന്ന് പറഞ്ഞാൽ നല്ലൊരു ചടങ്ങ്. എന്താ വെച്ചാൽ കുളിക്കിനും കുളിപ്പിച്ചെടുത്തിട്ട് വേണം എനിക്ക് കുളിപ്പിക്കണമെങ്കിൽ. രണ്ടിനും കുളിപ്പിക്കണമെങ്കിൽ ഉള്ള കഷ്ടപ്പാട് എന്താണെന്ന് പറയും. രണ്ടാൾ കുളിക്കാൻ കയറുമ്പോൾ ഞാൻ ഫസ്റ്റ് എന്നിട്ട് അതിനൊരു അടി കഴിയും. പിന്നെ ഇവരെ വെളിച്ചെണ്ണ തേക്കുമ്പോൾ കൈ അവിടെ കൊണ്ടു കാലിവിടെ കൊണ്ടു, കൈ ഇവിടെ മുറിഞ്ഞിട്ട് കാലിവിടെ മുറിഞ്ഞിട്ട്, അവിടെ വെള്ളം കൊള്ളാൻ പാടില്ല, ഇവിടെ സോപ്പ് ഇടാൻ പാടില്ല. ഇങ്ങനെയുള്ള തർക്കങ്ങളാണ് ആങ്ങളെയും പെങ്ങളും. ഒരു വിധത്തിൽ രണ്ടിനെയും കുളിപ്പിച്ചിറക്കി. അപ്പോൾ എൻ്റെ മോന്തി ഇങ്ങനെ കാണുമ്പോൾ വേറെ ഒന്നുമില്ല കേട്ടോ. ഞാൻ തിങ്കളുടെ മാവില്ലേ, ദോശമാവ്, അത് നല്ലതായിരുന്നു കേട്ടോ. ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ ആകുമ്പോൾ തൃശ്ശൂരിൽ നിന്ന് മേടിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ വളരെ മോശമായി ആ മാവ്, ഒരു ടേസ്റ്റും തോന്നിയില്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. പിന്നെ കണ്ട ദോശ വെളുത്തിട്ടേ ഇരിക്കണം. ഒരു ആദ്യമൊക്കെ നല്ല മാവ് നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ നല്ല മാവായിരുന്നു. തിങ്കളുടെ അതിൽ കൊണ്ടാട്ടം ഒക്കെ നല്ലതാണ്. പക്ഷേ എന്താണ് ഈ പ്രാവശ്യം കിട്ടിയ മാവ് ഭയങ്കര മോശമായിരുന്നു. അപ്പോൾ പൊന്നു പറഞ്ഞിട്ട് 1-2 പ്രാവശ്യം ഞാനും മേടിച്ചപ്പോഴും മോശമായിരുന്നു. അമ്മ നന്നായി ഉണ്ടോ നോക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ എടുത്തപ്പോഴാണ് ഞാനും എടുത്തത്. ഞാൻ വേറൊരു മാവ് എടുത്തതായിരുന്നു നെക്സ്റ്റ്. അപ്പോൾ പൊന്നു പറഞ്ഞു നല്ലതായിട്ടുണ്ടെങ്കിലോ അമ്മ എന്ന് പറഞ്ഞിട്ട് എടുത്താട്ടെ. അങ്ങനെ ഞാനിത് ഈ ചട്നീൻ്റെ നാളികേര ചട്നിയും തക്കാളി ചമ്മന്തിയും മീൻകറിയും ഒക്കെ ഉണ്ട് കേട്ടോ.
അപ്പോൾ ദോശ ഉണ്ടാക്കുമ്പോൾ ഞാൻ നെയ്യ് ഒഴിച്ചിട്ട് ഉണ്ടാക്കണം. കാരണം ഞാൻ ദോശ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. ഞാൻ ചപ്പാത്തി കഴിക്കുന്നത് അരി ഫുഡ് കുറച്ച് ഒഴിവാക്കി. ഞാൻ ഇപ്പോൾ ഒന്ന് ക്ഷീണിച്ചപ്പോൾ ഒന്ന് തടി വയ്ക്കാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് കുറച്ച് ദിവസമായിട്ട് ഫുഡ് അടിയൊക്കെ കുഴപ്പമില്ലാണ്ട് എന്നാലും ഒരുപാടില്ല കേട്ടോ. എന്നാലും ഡെയിലി കഴിക്കണ വെച്ച് നോക്കുമ്പോൾ ഞാൻ ചോറൊന്നും തീരെ കഴിച്ചിരുന്നില്ല. ഇപ്പോൾ ഞാൻ ചോറൊക്കെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ മാസം ഞാൻ പോയപ്പോൾ ഒരു 5 കിലോ പൊന്നീരി മേടിച്ചുകൊണ്ട് വെച്ചു കേട്ടോ. അപ്പോൾ കുറച്ച് കഴിക്കുള്ളൂ, ഒരു അരച്ചട്ടകം ചോറൊക്കെ തന്നെയാണ് കഴിക്കുള്ളൂ. ചോറ് കഴിച്ചോ എന്ന് വെച്ചാൽ കഴിച്ചു, അങ്ങനെയുള്ള ഒരു ഇത് തന്നെ കേട്ടോ. അപ്പോൾ ചമ്മന്തിയിൽ ഉപ്പും മുളകൊണ്ടൊക്കെ നോക്കി അപ്പോൾ എല്ലാം ഉണ്ട്, സെറ്റാണ്. ഇനിയിപ്പോൾ അനുവായിട്ട് കുളിക്കാൻ പോയിട്ടോ. അനുവിൻ്റെ കുളി കൂടി കഴിഞ്ഞ് വന്നിട്ട് വേണം ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ 2 ദോശ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ കുട്ടിപ്പട്ടാളത്തിനെ വിളിക്കുന്നത്. അല്ലെങ്കിൽ അവന് ഫസ്റ്റ് കൊടുത്ത് പിന്നെ അതിനായിരിക്കും അടി. ഇവർക്കാണെങ്കിൽ ഇങ്ങനെ ചൂടോടക്കിനെ കഴിക്കുകയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കുണുക്കിനും 2 ദോശ അതിൻ്റെ ശേഷം വിളിക്കാമെന്ന് വെച്ചിട്ട്. അപ്പോൾ ഒരാൾക്കുള്ള കുണുക്കിന് ഒരു ദോശ ഉണ്ടാക്കി അതിൽ തക്കാളി ചമ്മന്തി ഇട്ട് ചെറിയ ചട്നി ആയി കഴിഞ്ഞാൽ അവൻ കഴിക്കില്ല. ഇനി കുണിക്കുമ്പോൾക്ക് ഒരു ദോശ കൊണ്ട് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതേ കുണിക്കുമ്പോൾ വന്നു. വിളിക്കണേക്കാൾ മുന്നേ തന്നെ ആളുകൾ ഹാജരായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചട്നി നോക്കിയപ്പോൾ ചട്നി മതി, ചമ്മന്തി വേണ്ട. അപ്പോൾ ചില ദിവസം ചില മൂടായിട്ട് കുണിക്കൊടുക്കുക. കുറച്ച് നാളായിട്ട് തീരെ ചട്നി കഴിച്ചിരുന്നില്ല. ഹോട്ടലിലൊക്കെ കയറി കഴിഞ്ഞാൽ ചട്നി തീരെ കഴിച്ചു. ഇപ്പോൾ ചട്നിയോടാ ഓരോ സമയത്ത് ഓരോ ഇതാട്ടോ. അങ്ങനെ ഈ 2 ആളും വന്നു, 2 ആളും ദോശയും ചമ്മന്തിയൊക്കെ എടുത്ത് പോയ സ്പീഡിൽ തന്നെ 2 ആൾ ഇപ്പോൾ ഇങ്ങോട്ട് വരും കേട്ടോ. പോയതെന്താ വെച്ചാൽ ടി വിയും വെച്ച് നിന്നിട്ടാണ് തീറ്റ. അപ്പോൾ കറണ്ട് പോയപ്പോൾ 2 ആൾ ഇതേ റിട്ടടിച്ചിട്ട് എന്നിട്ട് എന്നോട് ഒന്ന് കയറ്റിയിരുത്തിയൊരു അമ്മ വെച്ചു. അപ്പോൾ 2 ആളെ അങ്ങോട്ട് കയറ്റിയിരുത്തി കൊടുത്തു. അപ്പോൾ ഞാനും ഹാപ്പി ആയിട്ട് എന്താ വെച്ചാൽ ഒറ്റയ്ക്ക് നിന്ന് നമ്മൾ അടുക്കളയിൽ പണിയെടുക്കണേക്കാൾ സുഖമല്ല നമ്മുടെ മക്കളും കൂടെ ഉണ്ടെങ്കിൽ കുരുത്തക്കേട് കാണിക്കാണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ തിന്നായിരിക്കണാലും കുരുത്തക്കേട് കാട്ടില്ല എന്നുള്ള ഉറപ്പ്. അല്ലെങ്കിൽ എന്തെങ്കിലും വലിച്ചും വാരി അവർ ഇടും. അപ്പോൾ 2 ആളും വാരി ചെറിയ ടേസ്റ്റ് നോക്കട്ടെ നോക്കിയത് കേട്ടോ. അപ്പം അവളുടെ നിന്ന് വായിന്ന് ആദ്യം ഞാൻ മേടിച്ചിട്ട് അത് കുണുക്കം പൊട്ടിക്കണേക്കാൾ മുന്നേ അവളെടുത്ത് വായിൽ ചെന്നത് അവളുടെ ഒരു ഫസ്റ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഞാൻ കുണുക്കം വായിച്ചപ്പോൾ സൂപ്പർ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ കുണിക്ക് വിളങ്ങും നമുക്ക് ഇതല്ലേ താഴോട്ട് മേപ്പോട്ട് ഒഴിഞ്ഞൂടാ, മുരുക്കുമരം പോലെ 2 എണ്ണം. അപ്പോൾ ഇത് ടേസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ 2 ആളും മത്സരിച്ചിട്ടാണ് കേട്ടോ വായിൽ വെച്ചിരുന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എപ്പോഴും ചട്നിയിൽ നല്ല മാതിരി ദോശ കുതിരണം കേട്ടോ, എന്നാലും എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അത്ര പോരാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതിന് അപ്പുറത്തൊരുത്ത് കുഞ്ഞൊരു പീസിൽ നിറച്ച് ചമ്മന്തി വയ്ക്കുന്നു കേട്ടോ. അത് അവളോട് വേണ്ടാന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതവന് ഭയങ്കര ഇഷ്ടമായി. ഇതാണ് അവസ്ഥ. അപ്പം ഇനി ഇത് മൂപ്പൻ്റെ നിന്ന് മേടിച്ച് കഴിച്ചിട്ട് പിന്നെ അടുത്തത് മൂപ്പൻ്റെ വൈകിയ ഒരു പിണക്കം. അങ്ങനെ അവർക്ക് പൊട്ടിച്ചിട്ട് കൊടുത്ത് ഞാനും 2-3 വായ അവരിൽ നിന്ന് മേടിച്ച് കഴിച്ചിട്ട് ഞാൻ പറഞ്ഞു മതി ഉണ്ണി അമ്മ ദോശ തിന്നണില്ലേ ചേച്ചി. പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവർക്ക് വിഷമാട്ടോ. അപ്പം ഞാൻ കുറച്ച് ചട്നി കൂടുതൽ മുക്കിയിട്ട് ഞാൻ വയലിട്ടോ ചെയ്തിട്ട് ടേസ്റ്റ് നോക്കി. അടിപൊളി ടേസ്റ്റ് ആട്ടോ ചട്നിക്കും ചമ്മന്തിക്കും. ദോശയുടെ മാവ് കൊള്ളത്തില്ല, പക്ഷേ ഞാൻ കനം കുറച്ചിങ്ങനെ മൊരിച്ചെടുത്തിട്ട് ആ ചമ്മന്തിയിൽ ചട്നിയിൽ മുക്കി ചെയ്യുമ്പോൾ തിന്നാട്ടോ. അങ്ങനെ അപ്പോൾ ഞാൻ ഇടയ്ക്ക് അങ്ങോട്ട് നോക്കണത് വേറെ ഒന്നുമില്ല. ഒരു കാക്ക വന്നിട്ട് ഇങ്ങനെ എപ്പോഴും പുറത്തേക്ക് ഇത്ര നല്ല ഇപ്പം എന്താ ഒരു കാക്ക ചുറ്റിപ്പറ്റി വീടിൻ്റെ അടുക്കള സൈഡിൽ എപ്പോഴും ഉണ്ടാവും കാക്ക. അതാണ് അങ്ങോട്ടാണ് നോക്കുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ അവരെ നിന്നും പറക്കി 2-3 വായ കഴിച്ച് അതിനേട്ടാ കുളിക്കാൻ പോകണോട് ഞാൻ കുളിച്ചില്ലേ അല്ലേ കുളി കഴിഞ്ഞ് വന്നതാട്ടോ. കുളി കഴിഞ്ഞ് വന്നിട്ട് ഷർട്ട് ഇട്ടിട്ട് വായോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞേച്ചാട്ടോ. അങ്ങനെ എന്നേട്ട് ഷർട്ട് ഇടാൻ പോയി. ഞാൻ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ദോശ വേണമെന്നൊക്കെ ചോദിച്ചു. വേണമെന്നു. പിന്നെ ഒന്ന് ഉച്ചത്തേക്ക് എന്താ വേണ്ടത്. അപ്പം ഞാൻ ഇല ഇട്ടിട്ട് നമുക്ക് ബീഫ് കറി വെച്ചിട്ട് ചോറുണ്ടാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞപ്പോഴായിട്ട് ഞങ്ങൾ കൈയാണ്ടൊക്കെ അടിച്ച് ഇങ്ങനെ സംസാരിച്ച് ചിരിച്ചും കളിച്ച് അഞ്ഞൂറുള്ള ദോശ ഉണ്ടാക്കി. ഇനി 2 ചപ്പാത്തി എടുത്തിട്ട് എനിക്ക് കൂടി ചുട്ട് കഴിഞ്ഞ് ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി കഴിഞ്ഞു കേട്ടോ. അവർക്ക് ഉണ്ടാക്കും ചൂടുവെക്കുന്ന ദോശ ഇട്ട് കൊടുത്തു. കുണിക്കുമ്പോൾ 2 കുണുക്കന് 2 കഴിച്ചുള്ളൂ. പിന്നെ ഒരു 3-4 ദോശ ഉണ്ടാക്കി എനിക്ക് 2 ചപ്പാത്തി ഉണ്ടാക്കിയിട്ടാണ്. അപ്പോഴേക്കും ഞാൻ നേരത്തെ കുളിച്ച് വിളക്കൊക്കെ കത്തിച്ച് കൂറി കൊണ്ട് വന്നതാട്ടത്. അപ്പോൾ എനിക്ക് കൂറി തൊട്ടുന്നു. ഇനി കുണിക്കുമ്പോൾ കൂറി തൊട്ടു. അപ്പോൾ ഈ കുണുക്കന് എരിഞ്ഞിട്ട് വയ്യാണ്ട് വെള്ളം അടക്കാൻ പോയതായിട്ട് കുണുക്കൻ ചട്നിയിൽ ചമ്മന്തിയിൽ നല്ല എരിവുണ്ട്. അപ്പോഴേക്കും അന്വേഷണം കുറച്ച് ചുക്ക് കാപ്പിയിരിക്കുന്നത്. അപ്പോൾ എനിക്കൊരു 1 ഗ്ലാസ് ചായ കുടിക്കാൻ എന്തോ ഒരു ആഗ്രഹം തോന്നി. അങ്ങനെ എനിക്കുള്ള ചായ ഉണ്ടാക്കട്ടെ. അപ്പോൾ അവിടെ കുണിക്കുമ്പോൾ ദോശ കഴിക്കലും കഴിഞ്ഞ് കുണിക്കുമ്പോൾ പോയിട്ടാ കണ്ട കൈ കാലും വെറുതെ ഇരിക്കില്ല. അവിടെ അരിച്ച് അവിടെ ഒരു ബ്രൂ കാപ്പിയുടെ പാക്കറ്റുകൾ അതൊക്കെ താഴത്ത് തട്ടിയിട്ടുണ്ട് കേട്ടോ. വെറുതെ ഇരിക്കില്ല, ഇതാണ് പ്രശ്നം. അപ്പോൾ 2 ഉമ്മ കഴിച്ചിട്ട് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു സമാധാനം. അങ്ങനെ
അപ്പോൾ ഇത് അതിനായിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിച്ച് ചുള്ളനായിട്ട് വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് പറഞ്ഞു എവിടെ ഇരിക്കുക ഉണ്ണി ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഇവിടെ ഇരിക്കാം, ഉണ്ണികളെ കഴിക്കൽ കഴിഞ്ഞു, ഇനി നമ്മൾ രണ്ടാളും മാത്രമേ ഉള്ളൂ. അന്ന് ഇവിടെ ഇരിക്കാനോ. അതിനായിട്ട് ചമ്മന്തിയും ചട്നിയും ദോശയും കൂടി കൊടുത്തിട്ടു. അപ്പോൾ അനിയേട്ടൻ്റെ വകയും അതിപ്പോൾ എന്ത് കഴിക്കുമ്പോൾ അനിയേട്ടൻ എനിക്ക് വാരിച്ച് തരും കേട്ടോ. അത് ഈ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യണതല്ല, അത് ഞങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ ഇന്ന് ചപ്പാത്തിയാണ് എൻ്റെ കയ്യിൽ. അപ്പോൾ ഞാനും വാരിച്ച് കൊടുത്തിട്ട് അത് ഞങ്ങൾ എന്തെങ്കിലും കഴിക്കുമ്പോൾ അങ്ങോട്ട് വായിൽ കാണിക്കുക, അത് ഞങ്ങളുടെ ഒരു സ്വഭാവമാണ്. എടുത്ത ഫുഡ് രണ്ടും ഒന്ന് തന്നെയാണെങ്കിലും വാരിച്ച് കൊടുക്കും. അതങ്ങനെ ഒരു ശീലമാണ്. മിക്കപ്പോഴും ഞങ്ങളത് ചെയ്യും കേട്ടോ. അത് ഞാൻ ചപ്പാത്തി കേട്ടോ. നല്ല ചുക്ക് വേണ്ട കേട്ടോ. നല്ല ചുക്ക് കാപ്പിയുണ്ട്. അല്ല ഇപ്പം ഇടയ്ക്കിടയ്ക്ക് തരിപ്പ് കൊണ്ടുണ്ടോന്ന് അറിയാം. അങ്ങനെ അപ്പോൾ ചായ തിളച്ച് ചായ അനാന് ചുക്ക് കാപ്പി, എനിക്ക് സാധാ ചായ കേട്ടോ. ചായ കുടിക്കാൻ ഒരു ആഗ്രഹം എല്ലാവർക്കും അര ഗ്ലാസ് ഉണ്ടാക്കിയുള്ളൂ. അര ഗ്ലാസ് ചായ കുടിക്കാൻ മതി. ചില നേരങ്ങൾ കൊണ്ട് തോന്നും അല്ലേ. ഇന്നൊരു കാറ്റ് ദിവസമാണ്. ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇന്ന് ഒരു ചായ കുടിക്കുന്നത് നാളോട്ട് രാവിലെ ചായ കുടിക്കാനോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു സ്കൂളാവും അല്ലേ. അപ്പം ഞങ്ങളും ടെൻഷനായിരിക്കും. നമ്മൾ തരാം, നമ്മൾ തരാം. ഞാൻ ചൂടാക്കാനാ നമ്മൾ ചൂടാക്കി തരാൻ മതി. വെള്ളം കൂടി കുറച്ച് ദിവസമായിട്ട് കുറഞ്ഞു. എനിക്ക് സത്യം വെള്ളം കുടിക്കുമ്പോ കെംടെക്കിനോടാണ് നന്ദി പറയുന്നത്. നല്ല വെള്ളത്തിന് നല്ല രുചിയായിട്ടാ. ഫിൽറ്റർ വെച്ചപ്പോ വെള്ളത്തിന് വേറൊരു ടേസ്റ്റ് ആയില്ലേ സത്യത്തില്. ഓൾറെഡി നമ്മുടെ വെള്ളത്തിൽ കംപ്ലൈന്റ് ഇല്ല, നല്ല വെള്ളമാണ് കേട്ടോ ഓൾറെഡി. അപ്പൊ എന്റെ പക്ഷെ പറമ്പിലെ കിണറായി കാരണം നാളികേരോ കാര്യങ്ങളൊക്കെ വീണിട്ട് അതാവണ്ട വെച്ചിട്ടാണ് ഞാൻ ഫിൽറ്റർ വെക്കാൻ ആഗ്രഹം തോന്നിട്ട് വെച്ചത് കേട്ടോ. പിന്നെ വെള്ളത്തിന് വേറൊരു ടേസ്റ്റ് ആണ് ചെയ്തല്ലേ. നമ്മുടെ മണ്ണിന്റെ അല്ല ഫിൽറ്റർ വെള്ളം എനിക്കിപ്പോ വേറെ എവിടെ പോയി വെള്ളം കുടിച്ചാലും നമുക്ക് പറ്റുന്നില്ല. ഫിൽറ്റർ വെള്ളം അല്ലാത്തത് വേറെ ടേസ്റ്റ് അറിയേണ്ടി പെട്ടെന്ന്. ഫിൽറ്റർ വെള്ളം കുടിച്ചിട്ട് ഫിൽറ്റർ വെള്ളം കുടിക്കാൻ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. സർവീസ് 3 മാസം സർവീസ് ചെയ്യുമ്പോൾ ആകെ 400 രൂപ ചെലവുകളോ. 3-4 മാസം കൊണ്ട് സർവീസ് നമുക്ക് 400 രൂപ ചെലവുള്ളൂ. അത് അവരെ വിളിച്ചാൽ അപ്പോഴേക്കും അപ്പോൾ അവരെത്തും ചെയ്യട്ടോ. സർവീസ് കാര്യങ്ങളൊക്കെ അടിപൊളി കേട്ടോ. അത് ഞാൻ പറഞ്ഞു കേട്ടോ. നമ്മുടെ ഒരു കാര്യം നമ്മളോട് ഷെയർ ചെയ്തെന്നുള്ളൂ. പക്ഷെ നല്ലതാണ്, വെക്കുകയാണെങ്കിൽ നല്ലതാണ്. വെള്ളത്തിന്റെ ടേസ്റ്റിന് തന്നെ ഒരുപാട് മാറ്റുന്നു. കുടിക്കുമ്പോൾ കുടിച്ച് പോകാൻ തോന്നും. ആരത് ആരോടെ എന്റെ വീണ്ടും കൊറേ നാളത്തെ ആഗ്രഹട്ടൊക്കെയോ. പണ്ടൊക്കെ ബീഫ് കായി കുറേ നാളത്തെ ഒരു ആഗ്രഹം ബീഫ് കായി. പിന്നെ ഞാൻ വെച്ച് കുറച്ച് 1 കിലോ ബീഫുണ്ട് ഞങ്ങൾക്കത് അരക്കിലോ വെച്ച് കഴിഞ്ഞാൽ 2 നേരം സമൃദ്ധിയാണ്. ഞങ്ങളങ്ങനെ ഒരുപാട് ബീഫിനെ കഷ്ണോ കാരണമൊന്നും ഒരുപാട് കഴിക്കില്ല. വല്ലപ്പോഴും 1 കിലോ മേടിക്കും. ഇഷ്ടമാണ്. ഒരുപാട് ചിലർ നല്ല മാതിരി കഴിക്കും. ഇപ്പോൾ 1 കിലോ ഞാൻ കുഞ്ഞൻ പൊന്നു ഹെബി അനുവായിട്ട് കുഴിക്കണ്ടെങ്കിൽ 1 കിലോ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കത് 2 ദിവസം ഉണ്ടാവും. ഇത്രയും പേരില്ലേ, എന്നാലും ഞങ്ങൾ 2 ദിവസം ഉണ്ടാവും. അച്ഛനും ഇഷ്ടമാണ് ബീഫ്, ഹെബിക്കും ബീഫിൻ്റെ ഇഷ്ടം.
രണ്ട് മരുമക്കൾക്ക് ബീഫാ ഇഷ്ടം. അല്ലേ നമുക്ക് ആ ചട്നി എടുത്തോ അച്ഛന് എടുത്തായോ നിന്നോട് പണ്ടത് എടുത്തായോ അങ്ങനെ ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പരിപാടി എന്താ ചപ്പാത്തി ചട്നിയും മീൻകറി നല്ല കുഴച്ചൊരു വായ വയ്ക്കും ദോശ ഏറ്റവും ടേസ്റ്റ് ഡയറ്റ് കാര്യം നോക്കിയില്ല പറ്റുമോ പക്ഷെ തല വെച്ചപ്പോഴേക്ക് സത്യം പറഞ്ഞ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും എനിക്ക് തോന്നുന്നു ഫേസ് ആകെ ഭംഗി പോയിക്കായിരുന്നു തടി കുറച്ച് വെച്ചു കുറഞ്ഞപ്പോഴേ തടി ഫേസിന്റെ ഈ പുരികത്തിൻ്റെ ഇടയ്ക്ക് ഭയങ്കര ഏജ് പ്രായം തോന്നിച്ചാൽ എനിക്ക് സ്വയം തോന്നും എല്ലാവരും പറയും തടി കുറഞ്ഞു കഴിഞ്ഞാൽ ഏജ് തോന്നിക്കുന്നതാണ് പക്ഷെ നമുക്ക് ശരീരം കൊണ്ടും ഇങ്ങനെ അട്രാക്ഷൻ കൊണ്ട് മാത്രമേ ഉള്ളൂ ഫേസ് കൊണ്ട് ഏജ് തോന്നിക്കുകയും ചെയ്യാം അല്ലേ അല്ലെ മുഖം ഇങ്ങനെ തടിച്ച് തുടുത്തണെങ്കിൽ മുഖത്തൊരു ഒരു ഇതുണ്ടാവും ഇന്നത്തെ പരിപാടികളൊക്കെ എന്താ കൊടുക്കാ പൈപ്പ് ഉറക്കില്ല നമ്മൾ വീഡിയോ എടുക്കല്ലേ ഇന്നത്തെ വീഡിയോകൾ എന്താ വീഡിയോയുടെ ഇന്നത്തെ പ്ലാനിങ് എന്താ ഇന്നത്തെ പ്ലാനിങ് 300 രൂപ ബാംഗ്ലൂർ രൂപ തൃശ്ശൂർ രൂപ ഏതാ ഇത് ഫുള്ള് വീട് പിന്നെ ഫുള്ള് വീട് തന്നില്ലേ ഇന്നലെ അരമണിക്കൂർ പുറത്തുണ്ടായിട്ട് ബാക്കി ഫുള്ള് വീട് അരമണിക്കൂർ സിനിമയ്ക്ക് പോയത് പിറ്റേ ദിവസം വന്നു കഴിഞ്ഞാൽ എനിക്ക് ആ ഡ്രസ്സിലെടുക്കാൻ കണ്ടടി നിങ്ങളുടെ കുളി കഴിഞ്ഞത് നിങ്ങൾ പൈപ്പിൻ്റെ മാറി ഞങ്ങൾ ചെയ്തോ നിങ്ങൾക്ക് പ്ലാനിങ് എന്താ അമ്മേനാണോ മോണ്ടേ അത് പോവാ ഇവരുടെ ബാഗൊക്കെ ഉണങ്ങിയിട്ട് നോക്കണം സെറ്റ് ചെയ്യണം കാര്യങ്ങളുണ്ട് കൊടുക്കുമ്പോൾ അമ്മക്കാലൊന്ന് ജസ്റ്റ് അമർത്തിയാണോ കാല് വേനിച്ച് കഴിഞ്ഞാല് കുണുക്കൻ്റെ ഒരു അമർത്തിലും ആ വിരലൊക്കെ ഒന്നിങ്ങനെ പൊട്ടില്ല പെട്ടെന്ന് അവൻ്റെ ഒരു വലിക്കില്ല അതൊരു നല്ല സുഖമാണ് അങ്ങനെ കുറച്ച് നേരം നിന്ന് എനിക്കൊരു കാലിന് വേദനയും കടച്ചിലും കേട്ടോ അപ്പോൾ എനിക്കിത് ഇപ്പോഴും നല്ല എന്നും കുണുക്കനോട് നേരെ ഞാൻ കാലൊന്ന് 2-3 പ്രാവശ്യം ഇങ്ങനെ അമർത്തിച്ച് പിന്നെ ആ വിരലുകളൊക്കെ ഒന്ന് ഇങ്ങനെ വലിപ്പിക്കും കേട്ടോ കാലിൻ്റെ വിരൽ പൊട്ടൊന്നുമില്ല ഭയങ്കര ഇതാണ് പക്ഷെ എന്നാലും ആ കൈ വിരലുകൊണ്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാലോ കാലിന് ഭയങ്കര ഒരു സുഖമായിട്ട് ഞാൻ പറഞ്ഞു ഒഴിച്ചിൽ കാരണം എന്തായിരിക്കും അവനങ്ങനെ ഒരു ഇതുണ്ട് അങ്ങനെ ചായ കൂടി കഴിഞ്ഞതിന് ശേഷം ഒരു പാക്കറ്റിലെ കുറച്ച് ഒരു 4-5 ദോശക്കുള്ള മാവ് കൂടി ബാക്കി കേട്ടോ അതെടുത്ത് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു ഇനി നമ്മളപ്പോൾ കഴിച്ച ഭക്ഷണം പ്ലേറ്റ് ഞാൻ കഴുകണം അപ്പോൾ ഇത് ബീഫ് എത്തിയിട്ടുണ്ട് ബീഫ് വിളിച്ച് പറഞ്ഞില്ലായിരുന്നു അപ്പോൾ ബീഫ് കൊടുത്തു തന്നു കേട്ടോ ഇപ്പം നല്ല ബീഫ് കിട്ടണില്ല ഞങ്ങൾ ഇവിടെ അടുത്തുനിന്ന് മേടിക്കുക വേറെ പുറത്തുനിന്ന് മേടിച്ചാൽ ഞങ്ങൾക്ക് ഇഷ്ടമില്ല കഴിക്കാൻ സ്ഥിരം മേടിക്കണമെന്ന് പക്ഷേ നെയ്യില്ലാത്തൊരു ബീഫ് എന്താണെന്ന് പറയുക ടേസ്റ്റ് പഴയ ടേസ്റ്റ് ഇല്ല ബീഫിൻ്റെ എന്നാലും നമ്മളത് വറുത്തരച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോഴേ കുണുക്കി വന്നിട്ട് ഇതേ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകിയാണ് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ കഴുകുന്നുണ്ട് ആശാത്തി അപ്പോൾ ഇത് അഞ്ഞേട്ടൻ കുറച്ച് ബീഫൊക്കെ ഒന്ന് നന്നാക്കിയിട്ട് എനിക്ക് കിട്ടാന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇത്ര വലിയ പീസ് ഇഷ്ടമില്ല അപ്പോൾ എന്നിട്ട് വീണ്ടും ചെറുതാക്കി ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ ബീഫൊക്കെ കഴുകി വരുന്ന നേരം കൊണ്ട് നമ്മൾ ബീഫിലേക്കുള്ള ഐറ്റംസ് സെറ്റാക്കാം കേട്ടോ മസാല അപ്പോൾ അതിന് നമ്മളൊരു മൺചട്ടി വെച്ചു അത് നന്നായി ഒന്ന് വെള്ളം തുടച്ചു കൊടുത്തു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി പ്ലെയിൻ നാളികേരം കേട്ടോ വേറെ ഒന്നും അതിലില്ല വേറെ മസാലകളോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല ഒരു അരമുറി നാളികേരം ഇട്ടിട്ട് നന്നായി ഞാൻ 1 കിലോ ബീഫാട്ടോ വെക്കുന്നത് നന്നായി വറുത്ത് കണ്ട നല്ല ബ്രൗൺ കളറാവണം വരയ്ക്ക് ഇങ്ങനെ വറുത്ത് എടുക്കണം കേട്ടോ കണ്ട നല്ല ഡാർക്ക് നിറമാണ് നമ്മൾ വേറെ പൊടികളോ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല ഒരുപാട് ഡാർക്ക് ആവാണ്ട് നോക്കാൻ ശ്രദ്ധിക്കണം അങ്ങനെ ആയപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ചട്ടി ആകാനും വീണ്ടും ഇത് ചൂടാവാൻ സാധ്യത കൂടുതലായിട്ട് അപ്പോൾ ഞാൻ വേഗം വെള്ളമൊക്കെ ഒഴിച്ച് വെച്ച് സെറ്റ് ചെയ്തു കേട്ടോ പിന്നെ നമ്മളിത് ബീഫിലേക്കുള്ള ഇഞ്ചിയാണ് എനിക്ക് ബീഫ് വയ്ക്കുമ്പോൾ എപ്പോഴും ഇഞ്ചി ചിക്കനിലേക്ക് ചതച്ചിടണം ബീഫിലേക്ക് ഇഞ്ചി ഇങ്ങനെ അരിഞ്ഞ് ചേർത്താലാണ് ടേസ്റ്റ് നമുക്ക് ഇഞ്ചി ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ
അങ്ങനെ നമ്മൾ വലിയൊരു കഷ്ണം ഇഞ്ചിയൊക്കെ അരിഞ്ഞ് വേണ്ട അതിൻ്റെ ഒരു പീസ് അതിൻ്റെ ഒരു തുണ്ട് കൂടി ഉണ്ടായിരുന്നൊക്കെ കുഞ്ഞാക്കി നീളനെ അരിഞ്ഞ് വെച്ച് ഇനി കുറച്ച് വെളുത്തുള്ളി രണ്ടാക്കി ഇങ്ങനെ പൊളിച്ചിടുക കേട്ടോ. ചെറുതാക്കിയിട്ടല്ല രണ്ടാക്കിയിട്ട് ഇങ്ങനെ പൊളിച്ചിടുകയാണ് കേട്ടോ. അതൊരു പിടി വെളുത്തുള്ളിൻ്റെ കേട്ടോ. എന്താ വെച്ചാൽ എനിക്ക് ബീഫ് ഉണ്ടാക്കുമ്പോൾ അതിൽ വെളുത്തുള്ളിയും ഇഞ്ചി കുറച്ച് കൂടുതൽ ഇഷ്ടമാണ്. അതിങ്ങനെ ചോറിനായാലും എന്തിനോടെ ആയാലും ഒരുമിച്ച് കഴിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ യൂസ് ചെയ്യുന്നു. പിന്നെ ഒരു സബോള ഞാൻ എടുത്തിട്ടുള്ളൂ. ഒരു സബോള കുഞ്ഞ് സബോള കഴിക്കാൻ 2 സബോള എടുത്തിട്ടുണ്ട്. എനിക്ക് ഓർമ്മയില്ലല്ലേ, ഒരു സബോള ഞാൻ എടുത്തിട്ടുള്ളൂ. എന്താ വെച്ചാൽ ബീഫിലേക്ക് ഒരുപാട് സബോള പണ്ടത്തെ കുട്ടി കാലഘട്ടത്തിലൊക്കെ ഉള്ള ബീഫിൽ ശരിക്കും ഈ തക്കാളി സബോള ഉണ്ടാവില്ല ഈ വറുത്ത്. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് പറ്റിയില്ലെങ്കിലോ എന്ന് കരുതിയിട്ട് ഞാനൊരു സബോള ഒരു തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. കുഞ്ഞ് തക്കാളി കഴിക്കാൻ ഒരു തക്കാളി നിന്ന് 2 തക്കാളി എടുത്ത് കുഞ്ഞീതാട്ടോ. പിന്നെ ബീഫിലേക്ക് മല്ലിപ്പൊടി, മുളകും പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി ഒക്കെ, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി കുഴച്ചിട്ട് ഒരു 4 വിസിൽ കേട്ടോ. പൊടികൾ മാത്രമേ ഉള്ളൂ കേട്ടോ. കുറച്ച് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി ഇട്ടിട്ടുണ്ട് കേട്ടോ. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. കുറച്ച് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് എന്താ വെച്ചാൽ ഈ ബീഫ് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് ചിലർ വേവിക്കും. അപ്പോൾ ഈ ഒരു ബീഫിൻ്റെ പച്ച സ്മെല്ല് വിസിലടിക്കുമ്പോൾ തന്നെ വരും. വന്നു കഴിഞ്ഞാൽ എനിക്കിത് കഴിക്കാൻ തോന്നില്ല. അപ്പം ഞാൻ കുറച്ച് കുരുമുളക് പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയും ഗരം മസാല പൊടിയും ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ട് അങ്ങനെ വിസിലടിക്കുമ്പോൾ ആ മസാലയുടെ സ്മെല്ല് വരില്ല, ബീഫിൻ്റെ സ്മെല്ല് വരില്ല. പിന്നെ ആ നാളികേരം നമ്മൾ വറുത്ത് വെച്ചിട്ട് മിക്സിയിൽ അരച്ചിട്ടാണ് കേട്ടോ ആ ഒരു കോപ്പയിലിരിക്കുന്നത്. അപ്പോൾ ഐറ്റംസ് ഇഞ്ചി ഇരിക്കുന്നുണ്ട്, വെളുത്തുള്ളി ഇരിക്കുന്നുണ്ട്, തക്കാളി, സബോള, അരപ്പട്ട. ഇനി ഞാൻ 2 നേന്ത്രക്കായ പോയിട്ട് മേടിച്ചു കൊടുത്തിട്ട് ഞാൻ ഇത് വേവിച്ചതിന് ശേഷമാണ് പോയിട്ട് മേടിച്ച് ഇപ്പോൾ വന്നോളൂ കേട്ടോ. അതാണ് ഡ്രസ്സ് മാറിയത്. എത്ര നേരം മാക്സ് ചെയ്തു ഞാൻ ചുരിദാർ എടുത്തിട്ട് കേട്ടോ. പിന്നെ ചുരിദാർ മാറാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മളിതൊക്കെ ഉണ്ടാക്കി വരാൻ നേരം വരും. അപ്പം ഞാൻ പെട്ടെന്ന് കഴിഞ്ഞ് കുറച്ച് ബീഫ് എടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ട് വേറെ ഒന്നുമില്ല. ഉണ്ണോൾക്ക് നാളെ സ്കൂളിലേക്ക് ബീഫ് കറിയും പുട്ടും മതി എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഇത്ര വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചിലവാകില്ല. ഇപ്പം പിറ്റേ ദിവസമായിട്ട് ഈ വീഡിയോ ഞാൻ എടുക്കുന്നത്. ഇനിയും ബീഫ് ചട്ടിയിലിരിക്കട്ടെ. ഞങ്ങൾ അങ്ങനെ ഒരുപാടൊന്നും കഴിക്കില്ല, കുറച്ച് കഴിക്കുന്നുള്ളൂ കേട്ടോ. വളരെ കുറച്ച് ഞങ്ങൾക്ക് വേണ്ട. ആ ഉച്ചയ്ക്ക് ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞു. പിന്നെ രാത്രി പ്രത്യേകിച്ച് കഴിച്ചില്ല. അത് ഞങ്ങളെല്ലാവരും അങ്ങനെ തന്നെയാണ് കേട്ടോ. അതിന് എത്ര നല്ല സാധനമാണെങ്കിലും അത് സ്വഭാവം അങ്ങനെ തന്നെയാണ്. എപ്പോഴേലും അതിനെ കഴിക്കാൻ തോന്നുള്ളൂ. ഒരുപാടൊന്നും അപ്പോൾ ചിക്കനായാലും മട്ടനായാലും എന്തുമല്ല ഒരുപാട് അങ്ങനെ തിന്നാനൊന്നും തോന്നത്തില്ല. പിന്നെ അതേ ഒരു ചട്ടി വെച്ചു നമ്മൾ ബീഫ് ഉണ്ടാക്കാനുള്ള പരിപാടി കേട്ടോ. അപ്പോൾ ഒരു ബീഫ് 4 വിസിലടിച്ച് വെന്തതിന് ശേഷം കായ അരിഞ്ഞിട്ട് ഒരൊറ്റ വിസിലും കൂടെ അടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ ബീഫും കായൊക്കെ വെന്തിരിക്കുന്നു. ചട്ടി വെച്ചു, വെളിച്ചെണ്ണ വെച്ചു, അതിൽ പെരിഞ്ചീരകം ഇട്ടു. അത് പൊട്ടി വന്നപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇട്ട് കൊടുത്തു കേട്ടോ. ഞാൻ അതിലേക്ക് പച്ചമുളക് ഇടുന്നില്ല കേട്ടോ. പിന്നെ ഇതേ ഒരു സബോള, കുഞ്ഞൊരു സബോള അരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടി ചേർക്കട്ടെ. ഞാൻ വളരെ കുറച്ച് മസാലയാണ് ആ വേവിക്കുന്നതിൽ വെച്ചിട്ടുള്ളൂ കേട്ടോ. അത് 1 കിലോ ബീഫാണ് ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊരു ഫുള്ളുള്ളതല്ലേ, അപ്പോൾ ആ മസാല ഫുള്ളല്ലേ, അപ്പോൾ എരിവും പുളിയൊന്നും അധികം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളകും പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി അത് നന്നായിട്ട് ആ മസാലയുടെ കുത്തൊക്കെ മാറിയുമ്പോൾ അത് നന്നാക്കി വെച്ച് തക്കാളി ഇട്ട് കൊടുത്തിട്ട്. തക്കാളി ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ, അതായിരിക്കും ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. പണ്ടത്തെ കാലഘട്ടത്തിലെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ തക്കാളി ഇടരുത് കേട്ടോ. ഞാൻ കുണിക്കൊക്കെ ഒരു പുളിയൊക്കെ വേണം കറിയിൽ, അതുകൊണ്ട് ഇട്ടത് കേട്ടോ. അല്ലെങ്കിൽ ശരിക്കും ഈ തക്കാളി ഇടാത്തായിരിക്കും ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുമെന്ന് തോന്നുന്നു. കുട്ടിക്കാലത്തെ ഒരു പണ്ടത്തെ കറിയുടെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടാണ്. ഇത് നമുക്ക് ഈ അരപ്പും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നാളികേരം വറുത്തരച്ച അരപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഇനി എണ്ണ തെളിയണ വരെ ഒന്ന് നമുക്ക് ചട്ടിയിലിട്ട് ചൂടാക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം അത് ഏകദേശം വറ്റി എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരുമ്പോൾ നമ്മുടെ ആ ഗ്രേവിയുടെ നിറത്തിന് തന്നെ ഒരുപാട് മാറ്റം വന്നു. പിന്നെ ആ ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കട്ടെ. അത് ബീഫിൽ ഉപ്പ് നോക്കിയിട്ട് വേണം കേട്ടോ. ബീഫിൽ ഉപ്പ് കുറച്ചുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തു, നന്നായി ഇളക്കി. ഇനി കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതിങ്ങനെ വറ്റിച്ച് കുറുകിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ബീഫ് വെന്തുണ്ടെങ്കിൽ ബീഫും കായൊക്കെ കറക്റ്റ് വേവ് പാകാട്ടോ. ഇനി ഈ മസാലയിൽ കിടന്നിട്ട് ഈ എരിവും എല്ലാം ആ കായയുടെ ടേസ്റ്റും ആ നാളികേരത്തിൻ്റെ ടേസ്റ്റും ഒക്കെ ഈ ബീഫിൻ്റെ ഗ്രേവിക്കൊക്കെ അങ്ങ് അരങ്ങണം കേട്ടോ. അപ്പോൾ അതുവരെ നമ്മൾ വറ്റിച്ചെടുക്കുക. അപ്പോഴേക്ക് ഞാൻ ഒരു പിടി പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ കുക്കറിൽ. അതിലേക്ക് കറിവേപ്പില, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളകും പൊടി ഇട്ട, വേറെ ഒന്നുമില്ല, കഷ്ണങ്ങളൊന്നുമില്ല. ഇലയിട്ട് അത് കറിവേപ്പില മാത്രമുള്ളൂ കേട്ടോ. പരിപ്പിൽ ഉപ്പിട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, മുളകും പൊടി ഇട്ടു കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളകും പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 4 കറിവേപ്പില കേട്ടോ. അത് തിളയ്ക്ക് അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ബീഫ് വറ്റി കുറുകി ശരിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും ഒരു 4 ചുവന്നുള്ളി
മൂപ്പിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ എണ്ണയൊക്കെ ചൂടായി വന്നപ്പോൾ ഈ എണ്ണയും കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ടു. അപ്പോഴേക്കും നമ്മുടെ കറിയൊക്കെ ഇങ്ങനെ പാകത്തിന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നെയ്യുള്ള ബീഫാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇത് കുറച്ച് നെയ്യ് കുറവായിരുന്നു. ശരിക്കും നെയ്യുള്ള ബീഫുണ്ട് ഇങ്ങനെ വെച്ച് നോക്കി കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മളിത് ആ ഉള്ളിയും വറ്റൽമുളകൊക്കെ കാച്ചിയാണ് കൊട്ടിപ്പുണ്ടല്ലോ, ആഹാ ഒരു സ്മെല്ല് വന്നു കേട്ടോ. ആ നാളികേരം വറുത്തരച്ച കറിയുടെ ഒരു പ്രത്യേക സ്മെല്ലാണ്. അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ നമ്മൾ പരിപ്പിലേക്കുള്ള അരപ്പാണ് നാളികേരവും ഒരു 4-5 ചുവന്നുള്ളി കുറച്ച് വെള്ളം, വേറെ ഒന്നുമില്ല. അത് നന്നായി അരച്ചെടുക്കുക കേട്ടോ. മിക്സിയിൽ കണ്ട കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് വേറെ ഒന്നും വേണ്ട. അപ്പോഴേക്കും നമ്മുടെ പരിപ്പ് മിളകും മഞ്ഞപ്പൊടിയുടെ ഒക്കെ കുത്തുമാരപ്പ് ഈ അരച്ച് വന്ന അരപ്പ് കൊണ്ട് ഒഴിച്ചു കൊടുത്തു. നമ്മുടെ കറി റെഡി. ഇത്രയൊക്കെ ഉള്ളൂ. പരിപ്പ് നാളികേരം അരച്ച് കറിയിട്ട് നല്ല ടേസ്റ്റാട്ടോ. അതിൽ വേറെ പുളിയോ മറ്റുള്ളതൊന്നും ചേർക്കണ്ട കേട്ടോ. പക്ഷേ ഒരു ഉണക്കമീൻ ഉണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു കറി കഴിക്കാൻ. അത് തിളച്ച് വരുന്നതോട് കൂടിയിട്ട് നമുക്കിത് കാച്ചാട്ടോ. അപ്പോൾ ഇതൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പികളാണ് കേട്ടോ. സ്കൂളിൽ പോകണ കുട്ടികൾക്ക്, അതിന് ജോലിക്ക് പോകണ വീട്ടമ്മമാർക്കും അല്ലെങ്കിൽ ഭർത്താക്കന്മാർ ജോലിക്ക് പോകുമ്പോൾ പെട്ടെന്ന് ചാറ് കറി വേണമെന്ന് നിർബന്ധമുള്ളവർക്കൊക്കെ എളുപ്പമായിട്ടാണ്. പിന്നെ നമ്മൾ വെളിച്ചെണ്ണ വെച്ചു. അത് ചൂടായി വന്നപ്പോൾ കടുകും ഉലുവയും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കാച്ചില. അങ്ങനെ നമ്മുടെ അടിപൊളി പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇതിനൊന്നും അഭിപ്രായം പറയണം. നമ്മൾ ഒരുപാട് കഷ്ണങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ ജസ്റ്റ് ഉണ്ടാക്കുന്ന കറിക്ക് അതിൻ്റേതായ ഒരു ടേസ്റ്റ് പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു കറി. ചിലർ അരക്കണില്ലേ. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോയി. ഞാൻ അമ്മേനെ കാണാൻ പോയി എന്നാണ് കേട്ടോ. അത് കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ ബീഫും കായും വെക്കാൻ വേണ്ടി കായില്ല, അപ്പോൾ കായ മേടിക്കാൻ പോയി. അങ്ങനെ കുറേ ഞായറാഴ്ചയായിട്ട് ഒരുപാട് സ്പെഷ്യലോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പ്രത്യേകിച്ച് ആരും ഇവിടെ കഴിക്കില്ല, അതാണ് പ്രശ്നം. പൊന്നും ഷെബിയും കാർത്തും ഇല്ല, കുഞ്ഞിന് അച്ചുമില്ല, നമ്മളല്ലേ ഉള്ളോ. ആരില്ലാന്ന് വെച്ചാ ആരും ഇല്ലാണ്ട് ബീഫ് ഒറ്റയ്ക്ക് കഴിക്കണ വിഷമമുണ്ട്. ഇത്ര വിളിക്കായിരുന്നു ഒരല്ലട്ടാ. നമുക്കെല്ലാരും കൂടെ എഴുതി കഴിക്കാം. നടുവിലേക്കിടാം. അപ്പൊ ക്യാമറ കറക്റ്റ് വീഡിയോ എടുക്കണം. തള്ളിലേക്ക് അങ്ങനെ 3 കഴിക്കാൻ നോക്കട്ടെ കേട്ടാ. 3 പപ്പടാച്ചെന്നുള്ളൂ കേട്ടാ. അങ്ങനെ ബീഫും ചിക്കൻ കറിയും ചോറ് കൂട്ടിയാണ് കഴിക്കുമ്പോൾ എനിക്ക് നിർബന്ധമായിട്ടുള്ള സാധനം കേട്ടോ പപ്പടം. ഈ മരയ്ക്ക് പോണ സീസണിൽ പപ്പടം കാച്ചിപ്പോൾ അത് ശീലം. അത് ഇനി പതുക്കം പോലെ നിർത്തണം. ഇപ്പം സൂപ്പർ മാർക്കറ്റിൽ പോയാൽ പെട്ടെന്ന് പപ്പടം എടുത്തിടും കേട്ടോ. അങ്ങനെ നമ്മുടെ കുളിക്കുമ്പോൾ ഊണ് കഴിക്കാൻ വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വലിയൊരു ഇലയുടെ പകരം 2 ഇലയായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒറ്റയ്ക്ക് ഒരു ഇലയിലേക്ക് എല്ലാവർക്കും കൂടി കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴേക്ക് നമ്മുടെ കുണുക്കുമ്പോൾ ഇടഞ്ഞ് പോയിട്ടുണ്ട്. ഇടഞ്ഞതിൻ്റെ കാരണം ഞാൻ അടുത്തത് പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് വീണ്ടും ഞാൻ പറയണില്ല. ഭയങ്കര ദേഷ്യം, ചില സമയത്ത് ദേഷ്യക്കാരനാണ്. അങ്ങനെ ഞങ്ങൾ പൊന്നരി കേട്ടോ. എനിക്ക് നല്ല അരി കേട്ടോ, നല്ല സോഫ്റ്റ് അരി കേട്ടോ. അപ്പം അത് കുറച്ചങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ഞങ്ങൾ കുറച്ച് ബീഫും ഞങ്ങൾക്ക് 4 ആൾ കൂടി ഇട്ടത് കേട്ടോ. എന്നിട്ട് കുറച്ച് ബാക്കി വന്നു. എന്നിട്ട് ഞാനത് കളയേണ്ടി വന്നു. പുണുക്ക് ഒരു 6 മണി ആകുമ്പോഴേ ചോറുള്ളൂ. ഇത് ഫുള്ളും ഞങ്ങൾ കഴിച്ചിട്ടില്ല കേട്ടോ. ഞങ്ങൾ 3 ആൾ കൂടിയിട്ട് ഇത് ഫുള്ള് ചിലവായില്ല. പൊന്നരിയ നല്ല സോഫ്റ്റാണ്, നല്ല അരി, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളത് ചോറിലേക്ക് ഇനി കുറച്ച് ബീഫും കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഇലയിലുണ്ടല്ലോ ഊണ് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രസമാട്ടോ. പിന്നെ ഈ പരിപ്പ് കറിയിൽ ചിലവർ ജീരകം അരച്ച് ചേർക്കൂട്ടാ. പക്ഷെ അതൊരു എലിശ്ശേരിയുടെ ടേസ്റ്റിലേക്ക് വരും. ജീരകമൊന്നും ഇടരുത്, ചുവന്നുള്ളി മാത്രം ഇടാൻ പാടും. വീണ്ടും പറയണം. നമുക്ക് പലയിടത്തും പല ടേസ്റ്റല്ലേ. അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കുക. എന്നിട്ടൊരു ഉണക്കമീൻ കൂട്ടി ചോറുണ്ടൊക്കെ ആഹാ. അല്ലെങ്കിൽ ഒരു പപ്പടം, അല്ലെങ്കിൽ കുറച്ച് നെയ്യ് ഒഴിക്കുക, പപ്പടം കൂട്ടി കഴിക്കുക. അങ്ങനെ നമ്മൾ കുറച്ച് സൈഡിൽ മാങ്ങച്ചാറും ബീഫും പരിപ്പ് കറിയൊക്കെ കൊണ്ട് ഒഴിച്ചു കേട്ടോ. അപ്പോൾ ഇതിവിടെ കുളിക്കുമ്പോൾ കുറേശ്ശെ പപ്പടമൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും വന്ന് ഞാൻ കഴിച്ചോടക്കാൻ പറ്റില്ല, എല്ലാവരും ഇതിട്ട് കഴിക്കാതെ കണ്ടിരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഈ ചോറിൽ അങ്ങനെ ബീഫ് ഇങ്ങനെ നല്ല മാതിരി കുഴച്ചെടുക്കുക കേട്ടോ. കുറച്ച് പപ്പടും കുറച്ച് മാങ്ങച്ചാറും ആ കായ കഷ്ണവും
ബീഫിൻ്റെ കഷ്ണം എനിക്ക് നിർബന്ധമില്ല. ഇടയ്ക്ക് പപ്പടത്തിൻ്റെ പീസ് എനിക്ക് നല്ല ഇവിടെ ഉണ്ട്. വറുത്തരച്ച സൂപ്പറാട്ടോ. വറുത്തരച്ച സൂപ്പറാണ്. അതെ. കടയായിട്ട് വരും. പ്രശ്നമില്ല. രസമുണ്ടല്ലേ? അവ കേക്കുണ്ടച്ചാ പണ്ടത്തെ കാലഘട്ടത്തിലേക്ക് പോകുന്നത്. മോനാ തരി മാങ്ങച്ചാറും കൂടി ഇങ്ങനെ കൂട്ടിട്ട് ഇതിങ്ങനെ പിടിക്കാം. ഇങ്ങനെ പിടിക്കാം. എൻ്റെ കുറേ അടുത്ത ആഗ്രഹം കേട്ടോ. ഇനി അടുത്ത ആഗ്രഹം കുമ്പളങ്ങ ചിക്കനും ബീഫല്ലേ. ഈ പരിപ്പ് കറി ഉണ്ടല്ലോ, നമ്മൾ കഷ്ണങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് പരിപ്പ് അരച്ച് കലക്കിയത് കേട്ടോ. അത് വേറൊരു ടേസ്റ്റാണ്. എൻ്റെ അമ്മ വേറെ കഷ്ണങ്ങളൊന്നും ഇല്ലെങ്കിൽ ഉണ്ടാക്കിയത് കുട്ടിക്കാലത്തെ ഒരു കറി കേട്ടോ. പക്ഷെ അത് അമ്മ എങ്ങനെ ഉണ്ടാക്കണമെന്നൊന്നും എനിക്ക് അറിയില്ല, ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷെ കഴിച്ച ടേസ്റ്റിൽ ഞാൻ ഉണ്ടാക്കണ്ട. എന്റെ അമ്മ എവിടെ ഫോണില്? രാത്രിയാ നല്ല പല അതിന് ശത്രുള്ള ഒരു ഉണക്കലോ ഒരു പച്ചമീൻ വറുത്തതിന് ഇത് ഭയങ്കര ടേസ്റ്റാ. ഭയങ്കര ടേസ്റ്റ് വെച്ചാൽ ഇത് അമ്മ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഞാൻ കണ്ട് പഠിക്കുകയോ ഒന്നും ചെയ്തില്ല. പക്ഷെ എന്താ കഴിച്ച ഒരു ടേസ്റ്റിലാണ്. അമ്മയുടെ കൂട്ട് ഇങ്ങനെയാണെന്ന് നമുക്ക് അറിയണ ഒരു കൂട്ടിൽ ഉണ്ടാക്കിയെന്നുള്ളൂ കേട്ടോ. ഭയങ്കര ടേസ്റ്റ്. ഇതിലേക്കൊരു ബീഫും ഒരു കായ കഷ്ണം വെച്ച പോലെ. അമ്മയുടെ അമ്മയില്ലാത്ത സമയത്ത് അച്ഛനൊക്കെ കഴിച്ചില്ല അമ്മ ഉണ്ടാക്കി കൂട്ടും. അച്ഛനല്ല അമ്മയുടെ അച്ഛൻ. ഇത് കഴിച്ചിട്ടുണ്ടോ? ഏത് കഴിക്കുന്ന കൺഫ്യൂഷൻ ഇപ്പൊ സത്യം വേണം. കുറുക്കനെ കാണത്ത് വരുന്നതാ സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് പൊതിച്ചോറ് പോലെ കഴിച്ച പോലെ കഴിക്കുന്നത്. സിറ്റ് ഔട്ടിൽ ആകെ ആക്കിയതല്ലേ ഇവര് കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് പോയി. പിന്നെ നമ്മളുണ്ടാവുന്ന നേരത്തെ ഇന്ന് ഭക്ഷണം കഴിക്കാൻ എളുപ്പമല്ല. ഇങ്ങനെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും. അവനും പറ്റില്ല. അവനും പറ്റുന്നില്ല, അവനൊട്ടും പറ്റില്ല. കുറച്ചും കൂടി ബീഫ് കറി ഇട്ടെ നമുക്ക് അച്ഛനും പപ്പട് ചോറ് മാങ്ങച്ചാറും നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല കുരുമുളകിനൊക്കെ കയറി മോനെ വെച്ചിട്ട് അല്ലേ മോ വാശിയാ. സെറ്റായിട്ടിരിക്കുന്നു മോനാ. ഇന്നലെ അവിടെ കഴിക്കാൻ പറ്റിയല്ല നമുക്ക് കുരിഞ്ഞിട്ട് രണ്ടും മാറി മാറി കഴിക്കാം. രണ്ടും പരിപ്പ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഒന്നുമില്ലെങ്കിൽ ഇങ്ങനത്തെ കറിയൊക്കെ വേറെ ഇങ്ങനത്തെ കറി ഒരു ബീഫ് വരട്ടിയ ഒരു ഉണക്കല് ഉണക്കമുള്ള നല്ല ടേസ്റ്റ് ആട്ടാ. ഒരു കഷ്ണങ്ങളൊന്നുമില്ല കേട്ടോ. പരിപ്പ് അരച്ച് കലക്കിയതാ. എന്തൊക്കെ നാളികേരം നല്ലത് വേണം. ഇപ്പൊ തെങ്ങ് കയറി തന്നെ കണ്ട് നാളികേരം കിട്ടിയാ അത് നാളികേരം കിട്ടിയ അങ്ങനെ മേടിക്കുന്ന നാളികേരാൻ പോയിട്ട് ടേസ്റ്റ് ഇല്ല. ഈ 3 വർഷം 5 വർഷം കൊണ്ട് കായ്ക്കുന്ന നാളികേരം എന്ന് പറയാനേ പറ്റുള്ളൂ. ടേസ്റ്റ് ഇല്ല. അമ്മ അങ്ങനെ പണിയെടുത്തില്ലെന്ന് പറഞ്ഞ കുറ്റപരമ്മിന്റെ ഞങ്ങളാ പണിയെടുത്തത് ഫുള്ളും. ആക്ച്വലി അപ്പം കൊടുക്കുന്നാലോ ഞാൻ എപ്പോഴാണ് അമ്മക്ക് ബുദ്ധിയില്ല.
കുട്ടിയെ പണിയെടുക്കുന്നുണ്ട്. അപ്പൊ വീട്ടില് ബീഫ് ഉണ്ടാക്കിയത് കുണിക്കുക. ഇന്നല്ല എല്ലാരും ഫുഡ് പാത്രക്ക് മാറിയത്. ബീഫിന്റെ കളറുണ്ടോ? കായിട്ട് വെച്ച ബീഫിന്റെ ഇവിടൊക്കെ വെളുത്തുള്ളി, ഇവിടൊക്കെ വെളുത്തോടെ ഒട്ടത്തുള്ളത്. അരക്കില ബീഫ് വെച്ചാട്ട് ഞങ്ങൾക്ക് സമൃദ്ധി 2 ദിവസം എടുക്കാം. പണ്ടത്തെ പോലെ നല്ല നെയ്യുള്ള ബീഫാണെങ്കിലോ പൊളിച്ചു. അപ്പൊ നെയ്യ് ഒയ്യൊന്നുമില്ല ബീഫിന്. ഞങ്ങൾക്ക് ആകെ കുറെ വർഷത്തിന് ശേഷം നല്ല ബീഫ് കിട്ടിയത് എനിക്ക് തോന്നുന്നു പെരുന്നാളിലത്. പിന്നെ നല്ല ബീഫ് കിട്ടിയില്ല. ഇവിടെ നിന്ന് നല്ല ബീഫ് കിട്ടാനില്ല. നല്ല കഴിയുമ്പോ കൈമ നെയ്യ് നിക്കണം. അതാണ് നല്ല ബീഫ്. ഇതിപ്പോ പൊന്നേരിയായിട്ട് നല്ല സോഫ്റ്റ് ഉണ്ടല്ലേ, നല്ല ഏരിയ. പരിപ്പ് കറിയും കുണിക്കേക്ക് ആരോ ആവശ്യമൊന്നുമില്ല കേട്ടോ. കുണിക്ക് ചോറിൻ്റെ കാര്യത്തിലൊക്കെ ചോറ് വാങ്ങും. കുറെ നല്ല കുട്ടിയാണ്. അവൾക്ക് ആവശ്യത്തിന് അവൾ വായ നിറയെ ചോറുണ്ട്. വീഡിയോ ഓഫ് ചെയ്യാൻ തോന്നുന്നുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ ടേസ്റ്റ് നോക്കി തിന്നുമ്പോൾ ലെവല കേട്ടോ, ടേസ്റ്റ്. അപ്പൊ ഇപ്പത്തെ കുട്ടികൾക്കൊന്നും പണ്ടത്തെ വറുത്തരച്ച കറികളൊന്നും അധികം അറിയില്ല കേട്ടോ. അപ്പൊ പിന്നെ കുറെ യൂട്യൂബ് ഇൻസ്റ്റയിലൊക്കെ അങ്ങനെ കാണുന്നുണ്ട്. ആ ഇഞ്ചിയൊക്കെ കടിക്കുമ്പോ എന്ത് രസല്ലേ. ബീഫിന് ഇഞ്ചി കുറേ ചതച്ചിടരുത്. ബീഫിന് നീളനെ ഇങ്ങനെ അരിഞ്ഞിടണം ബീഫ്.